Okay. So in the first quadrant, you can see in that figure that is an observer is observing here from here, and you can see that the A is the point where we are drawing a point, and it is in the front view is in the A dash, which represents in the VP. A dash I represent, and you can see that from the top top view will be in here HP. HP top view actually. Okay. The same dot ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരാൾ നിന്ന് നോക്കുകയാണെങ്കിൽ ഒബ്സർവറിനോട് സ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡോട്ടിന്റെ ഒരു ബോൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ബോൾ നിങ്ങൾക്ക് കാണുന്നത് എവിടെയായിരിക്കും? ഇവിടെ VP-യിലായിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂ കാണാം. എന്നാൽ അതേ ബോളിന്റെ ടോപ്പ് വ്യൂ എവിടെയായിരിക്കും കാണാൻ? നിങ്ങൾക്ക് ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ HP-യിലായിരിക്കും നിങ്ങൾക്ക് കാണാം. ഓക്കെ. when you are going to rotate it actually 90 degrees റൊട്ടേറ്റ് ചെയ്യണം. ഈ HP പ്ലെയിനിൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും? ഇവിടെ നിങ്ങൾക്ക് ഒരു പോയിന്റ് ദ സെയിം ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് ഇവിടെ ഈ പോയിന്റ് കിട്ടും. ഓക്കെ. ഈ പോയിന്റ് ഇവിടേക്ക് വരും. റൈറ്റ്. സോ ദാറ്റ് ഈസ് A ആക്ച്വലി. ഓക്കെ. ഇവിടെ A എന്ന് പറഞ്ഞ ക്യാപിറ്റൽ A എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ആക്ച്വൽ നമ്മുടെ പോയിന്റ് നമ്മൾ നിൽക്കുന്നത് ത്രിരാമശിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിൽക്കുന്ന പോയിന്റ് ആ ബോൾ നിൽക്കുന്ന പോയിന്റ് ഇതായിരിക്കും, അല്ലെങ്കിൽ ഈ പോയിന്റ് നിൽക്കുന്നത് ഇവിടെ ആയിരിക്കും. പക്ഷേ അതിന്റെ ഫ്രണ്ട് വ്യൂ നിങ്ങൾ വരയ്ക്കാൻ പോകുന്നത് VP A ഡാഷ് ആയിട്ടും അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ HP പ്ലെയിനാണ്. പക്ഷേ ഇൻ ദ കേസസ് ഓഫ് 2 ഡയമെൻഷണൽ പ്ലെയിനിൽ നമ്മളൊരു ബുക്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ബോർഡിൽ നമ്മളൊരു പേപ്പറിൽ ഡ്രോയിങ് ഷീറ്റിൽ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ A വരുന്നത് എവിടെയാണ്? ഇവിടെ അടിയിലാണ് നിങ്ങൾക്ക് A വരുന്നത്. സോ നിങ്ങൾ കാണുന്നത് ഒബ്സർവർ കാണുന്നത് ഇപ്പൊ ഞാൻ ഇവിടുന്ന് നിന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒബ്സർവറിന്റെ പൊസിഷനിൽ നിന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഡ്രോയിങ് ഷീറ്റ്. ഈ വീക്കിന്റെ ഇവിടെ കാണുന്ന നമ്മുടെ ഡ്രോയിങ് ഷീറ്റ്. ആ ഡ്രോയിങ് ഷീറ്റിലെ ഫ്രണ്ട് വ്യൂ നിങ്ങൾ കാണുന്നത് ഇവിടെയും അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് വ്യൂ കാണുന്നത് ഇതിന്റെ അടിയിലുമായിരിക്കും. ഓക്കെ. അതായത് ഈ ലൈൻ എന്ന് പറയുന്നത് XY ലൈനാണ്. ആ ലൈൻ ഞാൻ വരച്ച് നിങ്ങൾ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ക്വാർട്ടറിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് HP here you can see that the HP is rotating 90 degree and HP-യിൽ വരുന്ന അതേ സെയിം ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും. അതായത് ഈ VP-യിൽ നിന്ന് വരുന്ന അതേ ഡിസ്റ്റൻസ് തന്നെയല്ല ഈ ഡിസ്റ്റൻസ് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ എന്ത് ഇടുന്നു? A എന്നുള്ള പോയിന്റ് ഇടുന്നു. സോ A ഡാഷ് ആൻഡ് A എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ലൈനിലായിരിക്കും നിങ്ങൾ മാർക്ക് ചെയ്യുന്നത്. ലൈനല്ല, ഈ ജസ്റ്റ് ഒരു പ്ലെയിനിൽ മാർക്ക് ചെയ്യുക. നിങ്ങൾ ഒബ്സർവറിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. റൈറ്റ്. നൗ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റ് കാണാം. Okay, this is second quadrant actually. Okay, so in this quadrant you can see that observer is still in there in the left side, and you can see the point അല്ലെങ്കിൽ the point നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് A എന്ന് പറയുന്ന പൊസിഷനിൽ അവിടെ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ എവിടേക്ക് വരുന്നത് ആക്ച്വലി VP-യിലേക്ക് വരിക. ടോപ്പ് വ്യൂ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് A ഡാഷ് ഫ്രണ്ട് വ്യൂവിനെ, അതായത് നമ്മൾ VP വരുന്നത് എന്ത് തന്നെ ആയാലും അതിനെ നമ്മൾ ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. A ഡാഷ് അല്ലെങ്കിൽ B ആണെങ്കിൽ B ഡാഷ്, C ആണെങ്കിൽ C ഡാഷ്. ഓക്കെ. VP-യിൽ വരുന്നത് എന്തായാലും നമ്മൾ A ഡാഷിൽ റെപ്രസെന്റ് ചെയ്യാം. നാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ നിങ്ങൾക്ക് കാണാം. അത് എവിടേക്കാണ് വരുന്നത്? HP-യിലാണ് വരുന്നത് അല്ലേ? HP-യിലാണ് ആ പോയിന്റ് വരിക. പക്ഷേ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം. സോ റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഇവിടുന്ന് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് HP-നെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പോയിന്റ് സ്റ്റിൽ എവിടെയാണ് വരുന്നത്? VP-യിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ. സോ A ആൻഡ് A ഡാഷ് ബോത്ത് ആർ കമ്മിങ് ഇൻ ദ VP. VP-യിലാണ് രണ്ടും വരുന്നത്. Aയും A ഡാഷും വരുന്നത് VP തന്നെയായിരിക്കും. സോ VP-യിൽ സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഫ്രണ്ട് വ്യൂ. സോ A ഡാഷ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ. A കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതാണ് അതിന്റെ ടോപ്പ് വ്യൂ ആക്ച്വലി. ക്ലിയർ? സോ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇത് മനസ്സിലാക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞുതരാം. ഒന്നാമത് ഇത് ഈ രണ്ട് ക്വാഡ്രന്റിൽ മാത്രമേ ബാധകമാവുള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് ഒന്ന് തുടങ്ങുന്നത് എത്ര മണിക്കാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? 12:15 അല്ലേ? You see that here it is 12 and here it is 15. പക്ഷെ ഞാൻ ക്ലാസ് തുടങ്ങിയത് എപ്പോഴാണ്? 12:30 അല്ലേ? So what happens? ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരുന്നു 12:30. Clear? So first quadrant is over actually. It's there. So 12 o'clock ഞാൻ പറയുന്നു, അതായത് 12:15 ഞാൻ നിങ്ങളോട് ലിങ്ക് ഇട്ട് തരുന്നു. ഇന്ന് ലിങ്ക് ഇട്ട് തന്നാൽ 12:15 ആണ്. പക്ഷെ ഇന്ന് ക്ലാസ് തുടങ്ങിയ എത്ര മണിക്കാണ്? 12:30. So that is 12:30 ഇവിടെ വന്നു. So that is about the first quadrant. ക്ലിയർ? ഇനി സെക്കൻഡ് ക്വാഡ്രന്റ് എങ്ങനെയാണ്? നേരെ ഓപ്പോസിറ്റ്. അതായത് 12:45 ഞാൻ ഏകദേശം നിർത്താൻ പറയുന്നു. ഓക്കെ. പക്ഷെ ഞാൻ നിർത്തുന്നില്ല. പക്ഷെ 12:45 ഏകദേശം നടന്നു. 1 o'clock ഞാൻ കംപ്ലീറ്റ് നിർത്തുന്നു ക്ലാസ്. അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ ക്ലാസ് നിർത്തുന്നു. ഹാഫ് ആൻ അവർ. ഓക്കെ. റൈറ്റ്. സോ ദിസ് ഈസ് അബൌട്ട് ദിസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ്. ഓക്കെ. എനിവേ യു തിങ്ക് അബൌട്ട് ദാറ്റ് ഇവിടെ ഓൺലി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ഓക്കെ. ആ കാര്യം ഒന്ന് എപ്പോഴും ഓർമ്മിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം പോയിന്റ് എന്ന് പറയുന്നത് ഓൺലി HP ഈസ് മൂവിങ് ആക്ച്വലി.
എച്ച് പി മാത്രമേ മൂവ് ചെയ്യുള്ളൂ, അതായത് വി പി മൂവ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി സോ ഇവിടെ നമുക്ക് പറയേണ്ട ചില കാര്യങ്ങളൂടെ ഉണ്ട്. ഒന്നാമത്, ഇവിടെ ഇപ്പോ നമുക്കറിയാം ഈ നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ് ബി പിക്ക് മുമ്പിലാണ് അല്ലെ, ബി പിക്ക് മുമ്പിലാണ്. സോ ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് എ ആൻഡ് അബവ് എച്ച് പി എന്ന് പറയാം. സോ ദ പോയിന്റ് എ വിച്ച് ഈസ് above HP and in front of VP. VPക്ക് മുമ്പിലേക്ക് നിൽക്കുകയാണ്, above HP ആണ്, HPക്ക് മുകളിലാണ്. സോ ഈ രണ്ട് കോഡ് വേർഡ് അറിഞ്ഞു കഴിഞ്ഞാൽ you can clearly understand about this. The problem is in the first quadrant. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് മനസ്സിലാക്കാം. സപ്പോസ് ഇറ്റ് സേ ദാറ്റ് എ പോയിന്റ് വിച്ച് ഈസ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് വിച്ച് ഈസ് above HP, above 20 mm above HP and 30 mm in front of VP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ above HP and in front of VP. ഓക്കെ, ഈ രണ്ട് പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ പോയിന്റ് എ അല്ലെങ്കിൽ ആ പോയിന്റ് പി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിൽ പറയുമ്പോൾ എങ്ങനെയാണ്? യെസ്, ഇത് എ എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? ബിഹൈൻഡ് ആണ് അല്ലെ, വി പിക്ക് ബിഹൈൻഡ് ആണ്, ബാക്കിലാണ് നിൽക്കുന്നത്, വി പിയുടെ ബാക്കിലാണ് നിൽക്കുന്നത്. കാരണം ഒബ്സർവർ നമ്മൾ ഇവിടെ നിൽക്കുന്നത്, സോ വി പിക്ക് ബാക്കിലാണ് നമ്മൾ ഈ പറഞ്ഞ എ എന്ന് പറയുന്ന പോയിന്റ് നിൽക്കുന്നത്. പക്ഷേ എച്ച് ബിക്ക് മുകളിലാണ് നിൽക്കുന്നത്. സോ ഒരു പോയിന്റ് പറയാം, ദ പോയിന്റ് എ വിച്ച് ഈസ് 20 mm behind VP and 30 mm above HP. എച്ച് ബിക്ക് മുകളിലാണ്, അതുപോലെ തന്നെ 20 mm behind VP, VP ബാക്കിലുമാണ്. സോ നമുക്ക് ഏത് പോയിന്റ് അപ്പൊ ആ പോയിന്റ് എവിടെ നമുക്ക് മനസ്സിലാക്കാം? ഇറ്റ് ഈസ് ദി സെക്കൻഡ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റിലാണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ? ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദി ഫസ്റ്റ് ക്വാഡ്രന്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ്. സോ വരയ്ക്കുന്ന സമയത്ത്, ഇപ്പോ സെക്കൻഡ് ക്വാഡ്രന്റ് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ദിസ് എച്ച് പി വിച്ച് റൊട്ടേറ്റ്സ് ഇൻ ടു ഹിയർ, ബി പിയിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വരും, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വരുന്നു. സോ എന്താ സംഭവിക്കുക? അപ്പം രണ്ടും, അതായത് നമ്മൾ വരയ്ക്കുന്ന രണ്ട് ഫിഗറിന്റെയും ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ ബോത്ത് ആർ ഇൻ ദ ബി പി, ബി പിയിലായിരിക്കും വരയ്ക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ വരയ്ക്കേണ്ടത്, നിങ്ങളൊരു ഫിഗർ ആദ്യം വരയ്ക്കുമ്പോൾ ഒരു എക്സ് ആൻഡ് വൈ ലൈൻ എന്ന് പറഞ്ഞൊരു ലൈൻ നിങ്ങൾ ജസ്റ്റ് വരയ്ക്കുക, എക്സ് വൈ ലൈൻ എന്ന് പറഞ്ഞൊരു ലൈൻ വരയ്ക്കാം. ആ ലൈനിന്റെ മുകൾ ഭാഗത്തുള്ളത് വെർട്ടിക്കൽ പോയിന്റും അതുപോലെ തന്നെ ആ ലൈനിന്റെ താഴ്ഭാഗത്തുള്ളത് ഹൊറിസോണ്ടൽ പ്ലെയിനും ആയിട്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലെയിൻ തന്നു വെച്ചോ, നിങ്ങളൊരു ഷീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഷീറ്റിനായി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വെർട്ടിക്കൽ പ്ലെയിനും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനും. അപ്പൊ ഈ വെർട്ടിക്കൽ പ്ലെയിനെ എന്താ ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. അതാ ഇങ്ങനെ ഉണ്ടായിരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് ഇങ്ങനെ ഉണ്ടായിരുന്നത്, ഇതിനെ നമ്മൾ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഒരു സിംഗിൾ പ്ലെയിൻ പോലെ അല്ലേ? അപ്പൊ നടുക്ക് ഇവിടെ നിന്ന് കാണുന്നത് എന്താണ്? എക്സ് വൈ ലൈൻ. എക്സ് വൈ ലൈനിന്റെ മുകളിലേക്കാണ് രണ്ട് ഫിഗറും വരിക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു എക്സ് വൈ ലൈൻ, എക്സ് വൈ ലൈന്, എക്സ് വൈ ലൈനിന്റെ മുകളിലേക്കാണ് എന്ത് വരുന്നത്? രണ്ട് ഫിഗേഴ്സും വരുന്നത്, താഴത്തെ ഒരു ഫിഗറും വരുന്നില്ല. ഓക്കെ, അപ്പൊ രണ്ട് ഫിഗറും വരുന്നത് എവിടേക്കാണ്? മുകളിലേക്കാണ്. ഇൻ ദ കേസസ് ഓഫ് സെക്കൻഡ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എങ്ങനെയാണ്? അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് വരുന്നത് മുകളിൽ, എക്സ് വൈ ലൈനിന്റെ മുകളിലും, ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എവിടെയാണ്? അതിന്റെ താഴത്ത് വെക്കും വരിക, എക്സ് വൈ ലൈനിന്റെ താഴത്ത് വെക്കും വരിക. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നത്. പക്ഷെ സെക്കൻഡ് ക്വാഡ്രന്റിൽ രണ്ടും വരുന്നത് എവിടേക്കാണ്? മുകളിലേക്കാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ തേർഡ് ക്വാഡ്രന്റ് എടുക്കാം. തേർഡ് ക്വാഡ്രന്റ് സിമിലർ ടു ദിസ് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് സിമിലർ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം എച്ച് പി ഇവിടെ കാണാം, ബി പി കാണാം. ഓക്കെ, ഒബ്സർവർ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. തേർഡ് ക്വാഡ്രന്റ് ആണ്. ഈ പോയിന്റ് നമ്മൾ പോയിന്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ആ പോയിന്റ് നമ്മൾ എ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. അതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് എവിടെയാണ്? ബി പിയിലാണ്. ഓക്കെ, എ ഡാഷ്. ഇനി അതിന്റെ ടോപ്പ് വ്യൂ വരുന്നത് എവിടെയാണ്? എച്ച് പിയിലാണ്. സോ എച്ച് പി എന്നായി. ഈ എച്ച് പിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം, മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. സോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റൊട്ടേറ്റ് ചെയ്ത ആ പോയിന്റിലേക്കാണ് ആക്ച്വലി നമുക്ക് ഈ പറഞ്ഞമാതിരി എന്ത് വരുന്നത്? നമ്മളുടെ നമ്മളുടെ എന്താ വരുന്നത്? ടോപ്പ് വ്യൂ വരുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ? ഇറ്റ് ഈസ് എ ആക്ച്വലി. ഓക്കെ, സോ നമുക്ക് നേരെ കാണാം. ഇത് കണ്ട നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയത്, ഇപ്പൊ ഈ ഒരു തേർഡ് ക്വാഡ്രന്റിൽ നമുക്ക് ഫിഗർ എങ്ങനെ വരുന്നത്? നമ്മളെ ടോപ്പ് വ്യൂ വരുന്നത് മുകളിലും ഫ്രണ്ട് വ്യൂ വരുന്നത് എവിടെയാണ്? താഴെയാണ്. എന്നാൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എങ്ങനെയായിരുന്നു? ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരുന്നതും ബി പി മുകളിലും അതുപോലെ തന്നെ ടോപ്പ് വ്യൂ വരുന്നത് താഴത്തുമാണ്. സോ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് 3. സോ നിങ്ങൾ ആലോചിച്ചാൽ 1ഉം 3ഉം അതേമാതിരി തന്നെ 2ന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും 4. ഇപ്പൊ 2 എന്ന് പറയുന്ന രണ്ട് ഫിഗേഴ്സും വരുന്നത് എവിടെയാണ്? മുകളിലാണ്. അതായത് എക്സ് വൈ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ ഇവിടുന്ന് സ്ട്രേറ്റ് ലൈൻ ആണ്. ആ സ്ട്രേറ്റ് ലൈനിന്റെ എക്സ് വൈ ലൈനിന്റെ മുകളിലേക്കായിട്ടാണ് ഈ ഒരു എയും എ ഡാഷും വന്നിരിക്കുന്നത്. ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റിൽ വന്നിരിക്കുന്നത്. അതായത് മുകളിലാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വന്നിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫോർത്ത് ക്വാഡ്രന്റിൽ വരുന്നത്. ഫോർത്ത് ക്വാഡ്രന്റിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ എച്ച് പി വന്നു, ബി പി വന്നു, ഒബ്സർവർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഫോർത്ത് ക്വാഡ്രന്റ് നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്തുന്നു. ആ പോയിന്റ് നിങ്ങൾക്ക് കാണാം അതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് എവിടെയാണ്? ബി പിയില്. അതുപോലെ തന്നെ എ ഡാഷ് അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ നമുക്ക് കാണാം ഇവിടെ
യെസ് റൊട്ടേറ്റ് ചെയ്തു, HP റൊട്ടേറ്റ് ചെയ്തു, A അവിടെ വെച്ചു. സോ ദാറ്റ് ഇസ് ഇറ്റ്സ് എ ടോപ്പ് വ്യൂ വെച്ചു. സോ രണ്ട് വ്യൂവും വരുന്നത് എവിടെയാണ്? XY ലൈനിന്റെ താഴത്താണ്. സോ ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ ഒരു എന്റെ ഗ്രാഫിക്സ് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു പോയിന്റ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ നിങ്ങൾ ഇപ്പൊ തന്നെ വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു XY ലൈൻ വരയ്ക്കുക. XY ലൈനിൽ മുകളിലേക്കും പോയിന്റ് താഴോട്ടേക്കും പോയിന്റ് വരുന്നു. സോ ഈ XY ലൈൻ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു റെഫറൻസ് ലൈനാണ്. ഈ ലൈൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക തിൻ ആയിരിക്കണം. അതായത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് 2H പെൻസിൽ ഉപയോഗിച്ചിട്ട് വളരെ തിൻ ആയിട്ട് XY ലൈൻ വരയ്ക്കാം. അതിന്റെ ഡിസ്റ്റൻസ് ഒന്നുമില്ല. നമ്മുടെ ഫിഗറിന്റെ അകത്ത് ഫിഗർ എവിടെ വരെ വരുന്നു അത്രയും ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി വരയ്ക്കേണ്ടത്. സോ ഒരു ഏവറേജ് ഡിസ്റ്റൻസ് നിങ്ങൾ എടുക്കുക. അതിൽ എക്സും വൈയും രണ്ട് എൻഡിൽ അടയാളപ്പെടുത്തുക. അതിന്റെ മുകൾ ഭാഗത്ത് നിങ്ങൾ VP ആയി സങ്കല്പിക്കുക, താഴെ ഭാഗത്ത് നിങ്ങൾ HP ആയിട്ട് സങ്കല്പിക്കുക. ഓക്കെ, മുകൾ ഭാഗം VP യും താഴെ ഭാഗം HP ആയിട്ട് സങ്കല്പിക്കുക. സോ ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന രണ്ട് ഫിഗറും, അതായത് ആദ്യത്തെ ഫിഗർ എവിടെയാണ് വരുന്നത് മുകളിലും, രണ്ടാമത്തെ ഫിഗർ നമ്മൾ താഴത്തായിരിക്കും വരിക. എന്നാൽ സെക്കൻഡ് ക്വാഡ്രന്റിലെ രണ്ട് ഫിഗറും നമ്മൾ മുകളിലായിരിക്കും വരിക. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിലോ യെസ് നേരെ ഓപ്പോസിറ്റ്, അതായത് മുകളിൽ, അതായത് താഴത്തും മുകളിലാണ് ഫിഗർ വരിക, പക്ഷെ VP യും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാകും. ഓക്കെ, HP മുകളിലെ പ്ലെയിൻ ആയിരിക്കും, VP താഴത്തെ പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, ഇനി ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ XY ലൈൻ താഴെ തന്നെയായിരിക്കും രണ്ട് പ്ലെയിൻ വരുന്നത്, VP യും HP യും പ്ലെയിൻ വരുന്നത് താഴത്തായിരിക്കും. അപ്പൊ തേർഡ് ക്വാഡ്രന്റ് പറയുന്ന സമയത്ത് എന്താ പറയുക, ബോട്ടം അല്ലെങ്കിൽ ബിലോ ആണ് വരുന്നത് അല്ലെ. നമ്മളെ പോയിന്റ് വരുന്നത് ബോട്ടം അല്ലെങ്കിൽ ബിലോയിലാണ് വരുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദി പോയിന്റ് A ഈസ് പിന്നെ ബിഹൈൻഡും ആണ്. അതായത് നമ്മുടെ ഈ ഒരു VPക്ക് ബിഹൈൻഡും ആണ്. ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ കാണാം VPക്ക് ബിഹൈൻഡ് ആണ് നമ്മുടെ ഈ പോയിന്റ് വരുന്നത്. സോ ഇഫ് എ പോയിന്റ് A ഈസ് 20 mm behind VP and 30 mm below HP. സോ ബിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കുക തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ആയിരിക്കും. എബവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് HPക്ക് എബവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോയിന്റ് ഫസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡോ ആയിരിക്കും. സോ ഫസ്റ്റ് നമുക്കൊരു ഫിഗറിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് പോയിന്റ് എബവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റ്. ബിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് കിട്ടി. ഇനി രണ്ടാമത് പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഹൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ക്വാഡ്രന്റ്. ബിഹൈൻഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ക്വാഡ്രന്റ്, ബിഹൈൻഡ് VP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ്. ഇൻ ഫ്രണ്ട് ഓഫ് മുമ്പിലാണ്, അതായത് ഈ ഒരു VPന്റെ മുമ്പിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ്. ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദിസ്. 4 ക്വാഡ്രന്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റൈറ്റ്. ഇനി ഇതൊരു പിക്ചർ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം. പിക്ചറിൽ റെപ്രസെന്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. യു ക്യാൻ സീ ദാറ്റ് ദ പ്രൊജക്ഷൻ ഇസ് ദ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എങ്ങനെ ഉണ്ടാവുക എന്ന് നമുക്ക് കാണാം. ഇതാണ് XY ലൈൻ. ഞാൻ പറഞ്ഞിരിക്കുന്ന XY ലൈൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ XY ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ XY ലൈൻ ഇങ്ങനെയൊന്നും ഫിഗർ നിങ്ങൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് ഒരു പ്ലെയിൻ ഷീറ്റിൽ ഒരു ജസ്റ്റ് ഒരു ലൈൻ XY ലൈൻ വരയ്ക്കുക. ഈ XY ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ട് തിക്കില്ലാതെ വളരെ തിന്നായിട്ട് 2H പെൻസിൽ ഉപയോഗിച്ചിട്ട് XY ലൈൻ വരയ്ക്കുക. അതിന്റെ മുകൾ ഭാഗത്ത് VP എന്നും താഴ് ഭാഗത്ത് HP എന്നും നിങ്ങൾ സങ്കല്പിക്കുക. അല്ലെങ്കിൽ ഈ XY ലൈനിന്റെ സൈഡിൽ നിങ്ങൾ VP and HP എന്നോട് എഴുതുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് കാണാം ഇവിടെ ഒബ്ജക്റ്റ് A എന്ന് പറയുന്നത് നമ്മൾ ആ 3 ഡയമെൻഷനിലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്ന എവിടെയായിരിക്കും, ടോപ്പ് വ്യൂ വരയ്ക്കുന്ന എവിടെയായിരിക്കും കാണിച്ചു തരാം. സോ ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് അവിടെ ഒരു ഡോട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് A' എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടോപ്പ് വ്യൂ നിങ്ങൾക്ക് എന്ത് വരുന്നത്, യെസ് A വരുന്നുണ്ട്. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതാണ് അതിന്റെ ഡിസ്റ്റൻസ് ആക്ച്വലി. ഓക്കെ, അതായത് ഇവിടുന്ന് ഇപ്പൊ ഈ ഒരു പോയിന്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് എബവ് HP എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. ആ ഡിസ്റ്റൻസ് ആയിരിക്കും നിങ്ങൾ XY ലൈനിന്റെ മുകളിലേക്ക് എടുക്കേണ്ടത്. നിങ്ങൾ ഇവിടെ ഒരു XY ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് എടുക്കേണ്ടത് ഏതാണ്, ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ഇവിടുന്ന് എബവ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അതുപോലത്തെ ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ VP പ്ലെയിന് മുമ്പിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഈ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പോയിന്റ് A which is above HP and in front of VP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയായിരിക്കും ഫിഗറിലെ പോയിന്റിൽ വരുന്നത്. ക്ലിയർ? സോ ദിസ് ഇസ് എ പിക്ചറൽ റെപ്രസെന്റേഷൻ. പക്ഷെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ഡ്രോയിങ് അല്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തരുന്ന ഒരു ഐഡിയ. ഓക്കെ, റൈറ്റ്. ഇനി സപ്പോസ് എ പോയിന്റ് which is in the above HP and in the VP. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള 3 കേസസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇനി സപ്പോസ് ഒരു പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എബവ് HP തന്നെയാണ്, പക്ഷേ എന്ത് ചെയ്യും, VP പ്ലെയിനിന്റെ മുകളിലാണ് നിൽക്കുന്നത്, VP പ്ലെയിനിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെ തന്നെ വരികയാണ്, VP പ്ലെയിനിൽ തന്നെ വരും. പക്ഷേ അതിന്റെ ടോപ്പ് വ്യൂ വരുന്നത് എവിടെയായിരിക്കും, യെസ്
അതായത് എക്സ് വൈ ലൈനിലായിരിക്കും. കണ്ടില്ലേ നിങ്ങൾ, എക്സ് വൈ ലൈനിലായിരിക്കും അതിന്റെ ഈ ടോപ്പ് വ്യൂ വരുന്നത് ആക്ച്വലി. ക്ലിയർ? സോ അവിടെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നില്ല, എ ഡാഷും എയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടല്ലേ, അവിടെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു പോയിന്റ് സപ്പോസ് എ വിച്ച് ഇസ് ഇൻ ദി എച്ച് പി ആണ് നിൽക്കുന്നത്, പക്ഷേ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ എവിടെ ഇരിക്കും? അപ്പൊ പ്ലെയിൻ ആ പോയിന്റ് എവിടെ നിൽക്കുന്നത്? എച്ച് പി പ്ലെയിനിന്റെ മുകളിലായിരിക്കും നിൽക്കുന്നത്, നിലത്ത് കിടക്കുകയായിരിക്കും ആ പോയിന്റ്. ഒരു ബോൾ ആണെങ്കിൽ ആ ബോൾ നിലത്ത് കിടക്കുന്ന മതി. ഓക്കെ, സോ അവിടെ നമ്മൾ കാണിക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ എവിടേക്കും വരിക? എക്സ് വൈ ലൈനിലായിരിക്കും വരിക. ക്ലിയർ? ആ ഫ്രണ്ട് വ്യൂ വരുന്നത് എക്സ് വൈ ലൈൻ, അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് വ്യൂ വരുന്നത് ഇവിടെ ഇരിക്കും, എയിൽ തന്നെ ആയിരിക്കും വരിക, അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കും വരിക. ക്ലിയർ? സോ ദിസ് ഇസ് അബൌട്ട് ദീസ് ത്രീ കണ്ടീഷൻസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെ ഉണ്ടാകുന്ന ഒരു 3 കാര്യങ്ങളാണ് നിങ്ങളിവിടെ പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, എല്ലാ ക്വാഡ്രന്റിലും വരും. ഓക്കെ, ഇനി ഇതിന്റെ നമ്മൾ വരയ്ക്കുന്ന രൂപം ഇങ്ങനെയായിരിക്കും. അതായത് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു ഷീറ്റിൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എക്സ് വൈ എന്ന് പറഞ്ഞൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് ഡാർക്കാണ് തന്നിരിക്കുമെങ്കിലും യു ഹാവ് ടു യൂസ് തിൻ ലൈൻ. ശരിക്കും പറഞ്ഞാൽ എക്സ് വൈ ലൈൻ കാണാനേ പാടില്ല എന്നുള്ളതാണ് റൂൾസ് ആക്ച്വലി. ബട്ട് ഇവിടെ ഒരു എക്സ് വൈ ലൈൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ജസ്റ്റ് ഒരു ടൂളിസ്റ്റ് പെൻസിൽ വെച്ച് നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, നൗ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത പോയിന്റുകൾ കണ്ടില്ലേ? സി ഹിയർ ദിസ് ഹൈറ്റ്, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് തന്ന എബവ് എച്ച് പി എന്ന് പറഞ്ഞ ഹൈറ്റ് തന്നിട്ടുണ്ടാവില്ലേ? എബവ് എച്ച് പി 20 mm എബവ് ഹൈറ്റ്. ഓക്കെ, എബവ് എച്ച് പി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ 20 mm ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുന്നത്, ഇവിടെയാണ് 20 mm എന്നുള്ള ഹൈറ്റ് എടുക്കേണ്ടത്. നിങ്ങളൊരു പോയിന്റ് എടുക്കുക, ആ പോയിന്റിന് ഏകദേശം ഈ എക്സ് വൈ ലൈനിന് 20 mm മുകളിലേക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ ഇൻഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്നത്, ഇൻഫ്രണ്ട് ഓഫ് വി പി പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഇവിടെ ഈ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്, അതായത് എയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇൻഫ്രണ്ട് ഓഫ് പറഞ്ഞാൽ മുമ്പിലേക്ക് വരുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. സോ അത് നിങ്ങൾ താഴത്തെ എച്ച് പിയിൽ എടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് താഴോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിമിലർ ആയിട്ട് നിങ്ങൾക്ക് കാണാം, അടുത്ത ഫിഗർ കാണാം. ക്ലിയർ? ഈ എക്സ് വൈ ലൈനിൽ ഈ പറഞ്ഞ മാതിരി ഫസ്റ്റ് വരുന്നത് ഉണ്ട്, നിങ്ങളുടെ പോയിന്റ് ഇവിടെ നിൽക്കുന്നത്, ഇവിടെയാണ് നിങ്ങളുടെ പോയിന്റ് നിൽക്കുന്നത്. സോ സെയിം ആസ് എ ഇവിടെ അറിയപ്പെടുക. അതുപോലെ തന്നെ അതിന്റെ മുകൾ ഭാഗത്ത് വരുന്നത് എവിടെയാണ്? അതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് എ ഡാഷ് ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്യുക. സോ എ ഡാഷ് നിങ്ങൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, റൈറ്റ്. സോ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഒരു ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ സ്ക്വയർ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ സ്ക്വയറുകളൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തന്നുള്ളൂ. ഈ ഇതുപോലത്തെ സ്ക്വയർ ഒന്നും വരയ്ക്കേണ്ട, ജസ്റ്റ് എക്സ് വൈ ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക, പോയിന്റ് ചെയ്യുക. ഓക്കെ, ഒരു സ്മോൾ ലൈൻ വേണമെങ്കിൽ വരച്ചോളൂ. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു സ്മോൾ ലൈൻ, അതായത് ആ ലൈൻ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ആക്ച്വലി അതായത് ഡയമെൻഷന് വേണ്ടിയിട്ട് വരയ്ക്കാൻ വേണ്ടി, ഇപ്പൊ നമ്മളൊരു ഡയമെൻഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുന്ന മാതിരി ഒരു പോയിന്റ് ഉള്ള ഡാർക്കൻ ചെയ്തൊരു പോയിന്റ് മാർക്ക് ചെയ്യുക, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം, ഈ ഡിസ്റ്റൻസും മെഷർ ചെയ്യണം. ഇവിടെ ലൈൻ പോലും വരയ്ക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമേ, അതായത് മെഷർ ചെയ്തിട്ട് ഇവിടുന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് പോയിന്റുകൾ വരയ്ക്കുന്നത്. ഓക്കെ, now അടുത്തത് തേർഡ് ഫിഗർ നിങ്ങൾക്ക് കാണാം, രണ്ടും വരുന്നത് എവിടെയാണ്? എച്ച് പി പ്ലെയിനിലാണ് വരുന്നത്. സോ എച്ച് പിയിലേക്ക് മാത്രം വരയ്ക്കാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് വൈ ലൈൻ എന്ന് പറഞ്ഞ ലൈൻ നിങ്ങൾ ഷീറ്റിൽ വരയ്ക്കാം. അതിന്റെ സൈഡിൽ ഇവിടെ മോൾ ഭാഗത്തായിട്ട് ഇവിടെ ചെറുതായിട്ട് നിങ്ങൾ ബി പി എന്നും ഇവിടെ എച്ച് പി എന്നും എഴുതുക. ഈ ബി പി മുകളിലും മറുഭാഗത്ത് എച്ച് പി എഴുതി അതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇനി അഥവാ തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ എച്ച് പി മുകളിലും അതുപോലെ തന്നെ ബി പി താഴത്തായിരിക്കും തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ. ഇപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ രണ്ടും മുകളിലായിരിക്കും, ബി പി ആൻഡ് എച്ച് പി എന്ന് പറയുന്നത് മുകളിൽ തന്നെ എഴുതേണ്ടത്. അതുപോലെ തന്നെ ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ രണ്ടും താഴത്ത് എഴുതാം. ക്ലിയർ? ഐ ഹോപ്പ് ഇന്നത്തെ ഇത് കംപ്ലീറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി യെസ് എന്തായാലും ഓക്കെ. സോ പ്രൊജക്ഷൻസ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ യാ, നമുക്കൊരു ലൈൻ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് രണ്ട് ലൈൻസ് നമുക്ക് പറയാം, അതായത് ഒരു വെർട്ടിക്കൽ ലൈനും അതുപോലെ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയും. ഓക്കെ, സോ വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു ബി പി. പിന്നെ ലൈൻ പാരലൽ ടു ബോത്ത് എച്ച് പിക്കും ബി പിക്കും പാരലൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ലൈൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി, എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടും അതുപോലെ തന്നെ ബി പിക്ക് പാരലൽ ആയിട്ട് പറയാം. ഒരു ലൈൻ വേണമെങ്കിൽ നമുക്ക് ബി പിക്കും ഇൻക്ലൈൻഡും അതുപോലെ തന്നെ ബി പിക്ക് ഇൻക്ലൈൻഡ് അതുപോലെ തന്നെ എച്ച് പിക്ക് പാരലൽ ആയിട്ടും വരാം. അതുപോലെ തന്നെ ലൈൻ നമുക്ക് ബോത്ത് ബി പി ആൻഡ് എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് വരാം. സോ ഇങ്ങനത്തെ ഒരു 5 കേസസ് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വരുന്നത്. നോക്ക്, അപ്പൊ ഇങ്ങനത്തെ 2 കേസസ്, അതായത് ഇങ്ങനത്തെ 2 കേസസ് ആണ് ആക്ച്വലി ഈ പറഞ്ഞ മാതിരി നമുക്ക് വരുന്നത്. 5 കേസസ് ഉണ്ടായിരിക്കും ഒരു ലൈനിന്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഈ 5 കേസസ് നമ്മൾ കാണിച്ചു തരാം. സോ ഫസ്റ്റ്, a line which is perpendicular to HP and parallel to BP. First case ആണ്.
ലൈൻ വരയ്ക്കുമ്പോൾ. സോ ആദ്യം എക്സ് വൈ ലൈൻ വരച്ചു, അതുപോലെ തന്നെ വി പി ആൻഡ് എച്ച് പി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ മാത്രമാണ്. ഓക്കെ, ദെൻ ഒരു ലൈൻ വരയ്ക്കണം. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. നിങ്ങൾക്ക് കാണാം എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആണ് ആൻഡ് ഓൾസോ പാരലൽ ടു വി പി, വി പിക്ക് പാരലൽ ആണ്. ഓക്കെ, ഇവിടുന്ന് ഒബ്സർവർ നോക്കുകയാണ്. സോ ഫ്രണ്ട് വ്യൂ എവിടെ വരുന്നത്? വി പിയിലേക്ക് വരികയാണ്. ഓക്കെ, വി പിയിലേക്ക് വരുന്നു. യു ക്യാൻ സീ ദാറ്റ് രണ്ട് പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്തു, ആ രണ്ട് പോയിന്റിന് ഒരു ലൈൻ നിങ്ങൾ വരച്ചു. സോ ദിസ് ഇസ് ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ, ഒരു ലൈൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. ക്ലിയർ? സോ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. എന്നാൽ ഇതിന് ടോപ്പ് വ്യൂ എങ്ങനെ ആയിരിക്കും വരിക? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മുകളിൽ ടോപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഇവിടെ ഒരു ഡോട്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ക്ലിയർ? ഈ ഒരു ഡോട്ട് പോലെ നിങ്ങൾക്ക് കാണുന്നത് അല്ലേ? അതാണ് എ ബി എന്ന് റെപ്രസെന്റ് ചെയ്തത്. എ ബി എന്ന് റെപ്രസെന്റ് ചെയ്തത് നമ്മൾ അതിന്റെ ടോപ്പ് വ്യൂ. ഓക്കെ, രണ്ട് പോയിന്റ് ഉള്ളതുകൊണ്ട്. പക്ഷെ അതിന്റെ ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ ഇത്ര ആ കാണുന്നതാണ് അതിന്റെ ഡിസ്റ്റൻസ് ആക്ച്വലി മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ യു കാൻ സീ ദിസ് ഇസ് ദ ഡിസ്റ്റൻസ് ആക്ച്വലി മെഷർ ചെയ്യുന്നത്. സോ ഈ ഡിസ്റ്റൻസ് അതായത് നമുക്ക് തരും, ആക്ച്വലി നമുക്ക് തരും, അതായത് ഒരു ലൈൻ, ആ ലൈനിന്റെ ഡിസ്റ്റൻസ്, ആ ലൈനിന്റെ ടോട്ടൽ ലെങ്ത് തരും, അതുപോലെ തന്നെ ആ ലൈൻ വി പിയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണെന്നും എച്ച് പിയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണെന്നും ഒക്കെ നമുക്ക് തരും ആക്ച്വലി. ഇപ്പോ ഈ പോയിന്റിൽ, ഈ കേസിൽ നമുക്ക് വേണമെങ്കിൽ ഈ കേസിൽ ഇപ്പോ ലൈൻ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 mm ആണ് പറയാം, ഒരു 50 mm. എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ലെങ്ത് 50 mm ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നതിന്റെ ലെങ്ത് എത്രയായിരിക്കും? 50 ആയിരിക്കും. ഓക്കെ, 50 mm. അതുപോലെ തന്നെ നമുക്ക് പറയുന്നത് വെച്ചാൽ ലൈൻ വിച്ച് ഈസ് ഇൻ ദ line which is perpendicular to HP and parallel to VP, and the line length is actually 50 mm length, and also it is front view. അല്ലെങ്കിൽ അതിന് പറയുന്നത് ഫ്രണ്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് കാണാം, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും തന്നിട്ടുണ്ടാവും. അതായത് വിച്ച് ഈസ് 20 mm in front of VP എന്ന് പറയും. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് ഇൻഫ്രണ്ട് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലേക്കാണെന്നുള്ളത്. ഓക്കെ, 20 mm ഇൻഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ ഡിസ്റ്റൻസുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലൈൻ വരയ്ക്കാം. അപ്പൊ നിങ്ങളിത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിക്ചറിൽ റെപ്രസെന്റ് അല്ലാതെ നിങ്ങളുടെ നമ്മുടെ ഡ്രോയിങ്ങിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കും വരിക? ഒരു എക്സ് വൈ ലൈൻ ആദ്യം വരയ്ക്കുന്നു, അതിന്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പൊ ചില സമയത്ത് പറയും ഈ ബി പോയിന്റ് വിച്ച് ഈസ് ഇൻ ദി 20 mm എബവ് എച്ച് പി എന്ന് പറയും. അപ്പൊ ഈ ബി പോയിന്റ് മാത്രം എബവ് മുകളിലേക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര ഡിസ്റ്റൻസിൽ മുകളിലേക്കാണെന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത്തും പറയും, അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസും തരും. അപ്പൊ നിങ്ങൾക്ക് ലൈൻ വരയ്ക്കാൻ പറ്റും. ക്ലിയർ? ലൈൻ. ഇനി സെക്കൻഡ് കേസ് നമ്മൾ എടുത്ത് നോക്കാം. സെക്കൻഡ് കേസ് ലൈൻ വിച്ച് ഈസ് പാരലൽ ടു എച്ച് ബി ആൻഡ് പാരലൽ ടു വി പി. രണ്ട് കേസും പാരലൽ ആണ്. സോ അങ്ങനത്തെ ഒരു റെപ്രസെന്റേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെയാണ് അതിന്റെ റെപ്രസെന്റേഷൻ വരുന്നത്, എ ബി റെപ്രസെന്റേഷൻ. അപ്പൊ ഇത് നോക്കിയൊക്കെ നിങ്ങൾ രണ്ടിനും പാരലൽ ആണ്, എച്ച് ബിക്കും പാരലൽ ആണ്, വി പിക്കും പാരലൽ ആണ്. സോ അപ്പൊ ആ രണ്ട് റെപ്രസെന്റേഷനും നമ്മുടെ ഡ്രോയിങ്ങിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും? സി, ആ ബ്ലാക്ക് കളറിൽ കാണുന്ന തിക്ക് ആയിട്ടുള്ള ലൈൻസ് ആണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. സി, എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഫ്രണ്ട് വ്യൂ. അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് വ്യൂ എന്തായിരിക്കും വരുന്നത്? യെസ്, എ ബി. ഓക്കെ, ഈ എ ബി ആയിരിക്കും അതിന്റെ ടോപ്പ് വ്യൂ വരുന്നത് ആക്ച്വലി. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന സമയത്ത്, ഇവിടെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഉണ്ടാവും? ഒന്ന് ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഉണ്ടാവും, ഒന്ന് താഴത്തെ സ്ട്രൈറ്റ് ലൈൻ ഉണ്ടാവും. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത് ഓർത്തോഗ്രാഫിക് ഡയഗ്രാം. എങ്ങനെയാണ് വരയ്ക്കാൻ പോകുന്നത്? സി, നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ വരയ്ക്കാൻ പോകുന്നത് ഇതുപോലെ ആയിരിക്കും നിങ്ങൾ വരയ്ക്കുക ആക്ച്വലി. അതായത് ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഫിഗർ നിങ്ങൾക്ക് കാണാമല്ലോ. ആ കാണിച്ചിരിക്കുന്ന ഫിഗർ നിങ്ങൾ നോക്കി നോക്കൂ. ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സ് വൈ ലൈൻ, ആ ലൈനിന്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. അല്ല, ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന സിംപ്ലി ഈ ഒരു സ്ക്വയർ ഒന്നും നിങ്ങൾ വരയ്ക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്ക്വയർ നിങ്ങൾ വരയ്ക്കരുത്. ജസ്റ്റ് എക്സ് വൈ ലൈൻ എന്നൊരു ലൈൻ മാത്രം വരയ്ക്കുക. എന്നിട്ട് ഈ എ ഡാഷും ബി ഡാഷും പോയിന്റുകൾ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഡാർക്ക് ആയിട്ടുള്ള ലൈൻ, കാരണം ഇത് ലൈനാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഈ ഡാർക്ക് ലൈൻ മാത്രം വരയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് എവിടെയാണ്? ഇവിടെയാണ്. സോ അവിടെ ഒരു പോയിന്റ് മാത്രം അടയാളപ്പെടുത്തുക. ഈ ബ്ലാക്ക് ലൈൻ പോലും വരയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സപ്പോസ് ഡയമെൻഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് രണ്ട് ഡയമെൻഷൻ ലൈൻ വേറെ വരുന്നുണ്ട്, ഡയമെൻഷൻ ലൈൻസ് വേറെ വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഓർത്തോഗ്രാഫിക് പാറ്റേൺ ആക്ച്വലി. ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു. അതിന്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഈ ഹൈറ്റിൽ, ഇവിടെ ഹൈറ്റ് തന്നിട്ടുണ്ടാവും നമുക്ക്, ഈ ഹൈറ്റും അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസും തന്നിട്ടുണ്ടാവും. ഈ ഹൈറ്റിൽ നിങ്ങൾ എടുക്കുക, എ ഡാഷ് ബി ഡാഷ് വരയ്ക്കുക, അതാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ. അതുപോലെ തന്നെ എ ബി വരയ്ക്കുക, അതാണ് അതിന്റെ ടോപ്പ് വ്യൂ വരുന്നത്. ഒരു ഫിഗർ നിങ്ങൾക്ക് അറിയാം, ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു ടേബിളിന്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു മതിലിന്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ ഒരു സാധനം വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നതും ടോപ്പ് വ്യൂ വരുന്നതും അതിന്റെ ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇന്നത്തെ രണ്ട് കേസസ്. ബാക്കിയുള്ള കേസസ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാം. ഓക്കെ, ഐ ഹോപ്പ് ഇന്ന് ഹാഫ് ആൻ അവർ ഒന്ന് കഴിഞ്ഞു. ഓക്കെ,
സോ അടുത്ത ക്ലാസ്സിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഞാനിപ്പോൾ നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് ആ ഒരു ഇത് ഇട്ട് തരാം. ഓക്കെ, ലിങ്ക് ഇട്ട് തരാം. ക്ലിയർ?